പ്രത്യേക ഹോളിനെ പരിസരത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലം ഒരുമിച്ചായിരിക്കുന്നത് എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മനിറവിൽ പാടി ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആത്മാവിന്റെ നിറവോടെ ഇന്ന് രാത്രി കാലം ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ കർത്താവ് ഞങ്ങൾ ഇടയാക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. എന്ന രാത്രി കാലം കർത്താവേ, ഞങ്ങൾ കൂടി വന്നതിന്റെ ഉദ്ദേശം അവിടുന്ന് അറിയുന്നവല്ല കർത്താവേ. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേശത്ത് വലിയ വിടുതൽ വ്യാപരിപ്പാൻ കർത്താവേ, അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കുന്ന ദൈവകൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വലിയൊരു ഉണർവ് ഇന്ന് രാത്രി കാലം ഇവിടെ നിന്ന് ഹല്ലേലൂയ പുറപ്പെടുവാൻ കർത്താവേ, എന്ന ദേശത്തേക്ക് ഹല്ലേലൂയ വ്യാപരിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ് ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇന്ന് രാത്രി കാലം കർത്താവ് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വലിയ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി കാലം ഇവിടെ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അത് ഈ ദേശത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അത് പടരുവാൻ ഇടയായി തീരട്ടെ. അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ തകരപ്പെടട്ടെ. ദേശത്തിന്റെ ശക്തികൾ തകരപ്പെടുവാൻ ഇന്ന് രാത്രി കാലത്തെ ആരാധന ശുശ്രൂഷകളെല്ലാം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവ്, ഹല്ലേലൂയ. നേതൃത്വം വലിയ വഹിക്കുന്ന അങ്ങയുടെ ദാസന്മാരായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പുതിയ പുത്തൻ അഭിഷേകത്തോടെ അവിടുന്ന് നിർത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാരെ അഭിഷേകത്തോട് അധികാരത്തോട് നിർത്തണമേ കർത്താവേ. അതെല്ലാം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഇന്ന് രാത്രികാലം വലിയൊരു ഉണർവായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രികാലം കൊള്ള പങ്കിട്ടവരെ പോലെ കർത്താവെ മടങ്ങിപ്പോകുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകി തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരിക്കൽ കൂടെ കർത്താവെ, ഞങ്ങളുടെ ഭൃത്യന്മാരെ അഭിഷേകത്തോടെ നിർത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ എല്ലാം കർത്താവ് ഞങ്ങൾ ഇടയാക്കണമേ കർത്താവേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് രാത്രി കാലം ഇടയാക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം. ആദ്യോടൊന്നും അവിടുന്ന് ഭരിച്ചു നടത്തും. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രത്യേക ഒരു അറിയിപ്പുണ്ട്. കർത്താവിനെ ദാസന്മാരായി വന്ന പ്രിയപ്പെട്ടവർ ദയവായി മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കണം. കർത്താവിന്റെ ദാസൻ ടോണി പാസ്റ്റർ, പ്ലീസ് കം ഫോർവേഡ്. കർത്താവിന്റെ ദാസന്മാരായി വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ ദയവായി ഈ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്നിരിക്കേണ്ടതാണ്. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. വിശേഷാൽ നമ്മുടെ മധ്യയായിരിക്കുന്ന ലിവിംഗ് സ്റ്റോൺ മ്യൂസിക് ടീമിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം വിവിധ സ്ഥലങ്ങളിൽ വിവിധ മീറ്റിങ്ങുകളിൽ നമ്മൾ ഒരുമിച്ച് മുമ്പും പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യ സഹകരണങ്ങൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ റിവൈവ് 24 നാമത്തിൽ ഈ മീറ്റിംഗിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുകയും അവർക്കുള്ള നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുകയും ചെയ്തു. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ, താലന്തുകൾ, സോഴ്സുകളൊക്കെ ഒരു ലാഭേച്ഛയും കൂടാതെ നിസ്വാർത്ഥമായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ അവർ കാണിക്കുന്ന എല്ലാം നല്ല മനസ്സിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്ന ദൈവം നിങ്ങളെ പ്രവൃത്തിയും തന്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും അവിടുത്തെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ അവിടുന്ന് അനീതിയുള്ള ദൈവമല്ല. ദൈവം നീതിയോട് അതേ ഉത്തരമരട്ടെ. പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നല്ല ഗാനങ്ങൾ പാടി അത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പ്രിയ ടീം നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്താവിന്റെ ദാസന്മാരെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസേനയിലായിരിക്കാം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. നന്നായിട്ട് കർത്താവിന് മഹത്വം കൊടുത്തേ. നമ്മുടെ കേട്ട് വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, ഒരുമിച്ച് കൂടുക, വണങ്ങി നമസ്കരിക്കുക, കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. ഇതൊക്കെ ഒരു ദൈവവൈതന്റെ ദൈവം തന്ന അവകാശങ്ങളാണ്. പലപ്പോഴും ഈ അവകാശങ്ങളെ നാം മറന്നു കളഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, നാം എപ്പോൾ കൂടിയാലും ഏത് സമയത്തും കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിന് തക്ക മഹത്വം കരയറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര പേർക്ക് സന്തോഷപ്പെട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ ഈ ഫാമിൽ കൂടി ഒത്തിരി അനുഗ്രഹങ്ങളെ നമ്മൾ പ്രാപിച്ചവരാണ്. ആത്മാവിൽ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തിയവരാണ്.
കരങ്ങളെ ഹല്ലേലൂയ ഒന്ന് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തേ. ഇന്ന് പകൽ ദൈവം നമ്മുടെ മധ്യേ വലിയവ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിക്കുകയും കർത്താവ് വൻ കാര്യങ്ങൾ നമ്മുടെ മധ്യേ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളൊന്നടിച്ച് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മധ്യേക്ക് വരണമേ. ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല, ഒരു അസാധാരണമായ ചില നന്മകൾ ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രാപിക്കുവാൻ, ചില കാഴ്ചപ്പാടുകൾ, വ്യക്തമായ സംസാരം, ദൈവിക ഇടപെടലുകൾ ഉണ്ടാകേണ്ടതിനായി ദൈവദാസന്മാർ കരങ്ങളിൽ എടുക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവം അത്ഭുതം നമ്മുടെ മധ്യേ ചെയ്യാൻ പോവുക. അവൻ വലിയവ ചെയ്യും. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. നിന്തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു,
യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഉറപ്പോടെ ചേർന്ന് പാടാമോ? യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഓഹോ, സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സകലരും വാഴ്ത്തി വണങ്ങുന്ന, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിജാലങ്ങളും വാഴ്ത്തി വണങ്ങുന്ന സർവവല്ലഭനായ ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരേറ്റുന്നു. കർത്താവെ, ഞങ്ങൾ ആരും അല്ല, അങ്ങേ തിരഞ്ഞെടുത്തതല്ല, അങ്ങാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. കർത്താവെ, ഞങ്ങൾ ഇതാ നിന്റെ മുമ്പിൽ വണങ്ങുകയാണ്. കർത്താവെ, അങ്ങ് മാത്രം സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനാണ്. എല്ലാവരും അല്പനേര ദൈവത്തിൽ നിന്ന് മഹത്വം കരേറ്റിക്കുക, ദൈവത്തിൽ നിന്ന് നന്ദി കരേറ്റിക്കുക. 24 മണിക്കൂറും മൂപ്പന്മാർ ഹല്ലേലൂയ തങ്ങളുടെ കിരീടങ്ങളെ താഴെ വെച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തി വണങ്ങുന്ന സൃഷ്ടാവിനെ ഈ രാത്രി വേളയിൽ നമുക്ക് ചേർന്ന് ഹല്ലേലൂയ ദൂതന്മാരോടൊപ്പം ചേർന്ന്, മാലാഖമാരോടൊപ്പം ചേർന്ന്, സകല സൃഷ്ടികളോടും ചേർന്ന് അവരെ ഈ രാത്രികാലം നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. ഈ പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ആമേൻ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. കാൽവരി മലയിൽ കുരിശിൽ മരിച്ചോരു, കാൽവരി മലയിൽ കുരിശിൽ മരിച്ചോരു രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ രക്ഷകനു സ്തോത്രം, ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു, ആത്മശക്തിയാലെ ഉള്ളം നിറച്ചോരു ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. കൂടെ ഇരിക്കുന്ന, കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ക്രിസ്ത്യന്റെ മേലെ ഇഷ്ടമായി നോക്കുന്ന, ക്രിസ്ത്യന്റെ മേലെ ഇഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റുന്ന, ക്ഷാമകാലത്തെ ക്ഷേമമായി പോറ്റുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും.
സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോ തന്നിൽ ആശ്ചര്യമേറിടുന്നേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം മനോഹരമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതുല്യമഹോ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹം അതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര കർത്താവേ, ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനൊന്നും നിനക്ക് കഴിയത്തില്ല. കഷ്ടമോ ദുഃഖമോ പട്ടിണിയോ ദാരിദ്ര്യമോ ചങ്ങലയോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ആഴമളക്കുവാൻ, അതിന്റെ ഉയരമളക്കുവാൻ, അതിന്റെ വീതി അളക്കുവാൻ, അതിന്റെ കർത്താവേ അളവുകൾക്ക് ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹത്തിന് തുല്യമായി അപ്പനെ സ്നേഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം കർത്താവേ. അപ്പന്റെ സ്നേഹത്തിൽ വസിപ്പാൻ, അപ്പൻ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ, അപ്പൻ സ്നേഹിക്കാൻ പറഞ്ഞതുപോലെ സ്നേഹിപ്പാൻ ദൈവം ഞങ്ങളെ ശീലിപ്പിക്കണമേ കർത്താവേ. ദൈവമേ കർത്താവേ, ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഈ രാത്രി കാലത്തെ കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ രാത്രിയിലത്തെ കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത ഒരു നല്ല അനുഭവമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളിൽ ഇന്ന് രാത്രി അത് അനുഭവിച്ചറിയുവാൻ, ഇന്ന് രാത്രി രോഗബന്ധനങ്ങൾ എഴിയുവാൻ, ഇന്ന് രാത്രി ശാപത്തിന്റെ ശക്തികൾ എഴിയുവാൻ, ഇന്ന് രാത്രി ഹല്ലേലൂയ വല്ലഭന്റെ മഹത്വം ഈ രാത്രി ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യയിൽ ഇറങ്ങേണ്ടതിനായി കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അഭിഷക്തന്മാർക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹം ഞങ്ങളുടെ മധ്യയെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. സകല ക്രിസ്തുവേശ മുഖാന്തരം തന്നെ കർത്താവിന്റെ ധന്യമുള്ള നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദയവായി ഒരു അപേക്ഷയുണ്ട്. കുഞ്ഞുങ്ങൾ കസേര വിട്ട് ഈ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കുക. സഹോദരിമാരുടെ ഭാഗത്തെ സീറ്റുകൾ ഫില്ലായതിനു ശേഷം സഹോദരന്മാരുടെ ബാക്കിലുള്ള സ്ഥലങ്ങളിലേക്ക് പ്രിയപ്പെട്ടവർ ഇരിക്കുക. നാം പ്രതീക്ഷിച്ചതിലധികം ദൈവജനം കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് വന്നിരിക്കുക. മുമ്പിൽ സീറ്റുകൾ കാലിയാക്കിയിടാതെ നിങ്ങൾ കഴിവതും മുമ്പോട്ട് കയറിയിരുന്നാൽ പിന്നീട് വരുന്നവർക്ക് പുറകിലുള്ള സീറ്റുകൾ ഉപയോഗിക്കുവാൻ കഴിയും. നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ റിവൈവ് 24 കോബാറിന്റെ ഉണർവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ ദേശത്തിന്റെ ഉണർവിനായുള്ള പ്രാർത്ഥനയാണ് ഇവിടെ നടക്കുന്നത്. കർത്താവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ രാജ്യത്തിന്റെ ഉണർവ്. മാത്രമല്ല നാം ആയിരിക്കുന്ന ഈ കോബാർ പട്ടണത്തിന്റെ ഉണർവ്. ഒരു കൂട്ടം ദൈവജനത്തിന് ദൈവം കൊടുത്ത ആത്മഭാരത്താൽ കഴിഞ്ഞ നാളുകളിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ, സഭാ സംഘടനാ വ്യത്യാസമൊന്നും കൂടാതെ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ദൈവപാദമിടത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്കിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഭവ പരിചയം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രായം കൊണ്ടുമൊക്കെ ദൈവം കൊടുത്ത സ്ഥാനങ്ങൾ, ഉന്നത സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നതിൽ വളരെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരാണ് എന്റെ ചുറ്റിനും ഈ ഡയസിൽ ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സാന്നിധ്യം വളരെ സന്തോഷം പകരുന്നതാണ്. ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം. വിശേഷ മുഖ്യ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബിന്നി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. ലോഗോസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഫൗണ്ടറും ചെയർമാനുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ലോഗോസ് ഒടങ്ങാവട്ടം ചർച്ചിന്റെ ശുശ്രൂഷകനുമായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ വിസിറ്റിംഗിൽ കർത്താവിന്റെ ദാസൻ ദേശത്തായിരിക്കുന്നു. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ
നിറപടിയായി നിവർത്തിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ ദാസനെ അയച്ച ദൈവത്തിന്റെ വിശ്വസതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ഈ മീറ്റിംഗിന്റെ പേരിൽ കർത്താവിന്റെ ദാസനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ഈ ഈസ്റ്റേൺ റീജിയന്റെ ചർച്ച ബോർഡിന്റെ ഓവർസീർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട ലാൽജി പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ മീറ്റിംഗിന്റെ പേരിൽ കർത്താവിന്റെ ദാസനെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റിയാദിൽ നിന്നും റിയാദ് റീജിയന്റെ ചർച്ച ബോർഡിന്റെ ഓവർസീർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ രജിത് അവറുകൾ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന കർത്താവിന്റെ ദാസൻ മാത്രമല്ല അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ റയിച്ചാൻ കൂടെ വന്നിരിക്കുന്ന ഒരു 10-15 സഭാംഗങ്ങളുണ്ട്. അവരൊക്കെയും ഈ ഒരു മീറ്റിംഗിൽ മാത്രം സംബന്ധിക്കാൻ അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് റിയാദിൽ നിന്ന് ഇവിടെ കടന്നു വന്ന് വളരെ നേരത്തെ തന്നെ അവർ യാത്ര തിരിച്ച് സമയത്ത് ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം പ്രിയപ്പെട്ടവർക്ക് കൃപ ചെയ്തല്ലോ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്, സന്തോഷമാണ്. ഒരുമിച്ചായിരിക്കുന്നതിൽ ദൈവിക മഹത്വം കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ പേരിൽ കർത്താവിന്റെ ദാസനെയും കൂടെ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസഭയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാത്രമല്ല ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ റജി ബേബി പാസ്റ്റർ, കർത്താവിന്റെ ദാസൻ ടൈറ്റസ് പാസ്റ്റർ, യുവയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സന്നിച്ചാൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചെറിയാൻ പാസ്റ്റർ, മോൻസി പാസ്റ്റർ, KPC കോബാർ ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന ഞങ്ങളുടെ റജി തോമസ് പാസ്റ്റർ, ഏവരെയും അങ്ങനെ ഇതിന് നടുവിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവജനത്തെയും ഒരിക്കൽ കൂടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. എല്ലാവർക്കും ഒരു മിനിറ്റ് സമയം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ശുശ്രൂഷ വളരെ തിടുക്കത്തോടെ നടക്കുന്നതിനാൽ അതിന് സാധിക്കുന്നില്ല. നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കുക. എങ്കിലും കഴിവതിന് പോലെ തന്നെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായും ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ ചെറിയാൻ പാസ്റ്ററും കർത്താവിന്റെ ദാസൻ മോൻസി പാസ്റ്ററും പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സ്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ രാജാവേ, തിരുനാമത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ആലയത്തിന് തണലിൽ ഇവർക്ക് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഇങ്ങനെ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. സംഭവപൂരമായ ഈ ലോകത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്ന അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കാലം ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടി വരുവാൻ തക്കോണം സ്വർഗം ഇങ്ങനെ ഒരു അവസരം തന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ കൂടി വന്നതിന് ഉദ്ദേശം സ്വർഗമേ, അങ്ങയുടെ നാമത്തെ ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഇവിടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കർത്താവ്, ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ സ്തോത്രം. പാടിയാൽപ്പം കർത്താവ് കൃപ നൽകിയതിനാൽ സ്തോത്രം. പ്രാർത്ഥിപ്പതിന്റെ ജനത്തെ ഇന്ന് രാത്രിക്കാലം അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുവാൻ ദൈവാത്മാവ് ഇന്ന് പോൽക്കാലം ഞങ്ങൾ ഇന്ന് രാത്രിക്കാലം സ്വർഗം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് എളിയവരങ്ങോട് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിന്റെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഇന്ന് രാത്രിക്കാലം ഈ മുറിക്കുള്ളിൽ ഹല്ലേലൂയ ചന്തമായി വ്യാപരിച്ചു കൊണ്ടിരിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ വിടുതലിന്റെ രാത്രിയായി തീരുവാൻ, ഇന്ന് രാത്രിക്കാലം ഞങ്ങൾക്കൊരു വലിയ ഉണർവിന്റെ രാത്രിയായി തീരുവാൻ, ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ ആത്മാവ് എളിയവനോടുള്ളതായ ദൈവത്തിന്റെ സത്വത്വമാനം അറിയിക്കുന്ന രാത്രിയായി തീരുവാൻ സ്വർഗം ഇന്ന് രാത്രിക്കാലം അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ എന്ന് ദൈവവചന പ്രകാരം ഇന്ന് രാത്രികാലം ദൈവശക്തിയുടെ മഹത്വം ഇന്ന് രാത്രികാലം ഇവിടെ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രികാലം അവിടെ നയിച്ചിരിക്കുന്ന ഞങ്ങളുടെ അഭിഷക്തനായ സ്തോത്രം. ഞങ്ങളോടുള്ളതായ ദൈവിക ആലോചനകള് നിന്റെ വചനത്തിൽ കൂടി ഇന്ന് രാത്രികാലം ദാസനിൽ കൂടെ സംസാരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ ഞങ്ങൾ കേട്ടതായ അല്ല ദൈവിക ആലോചന അല്ല, ഇന്ന് രാത്രികാലം ദൈവിക അരുളപ്പാട് തന്റെ ദാസനിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ഇതിനുവേണ്ടി ദിവസങ്ങളില് നിന്റെ ദൈവസഭയും ദൈവമക്കളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഈ ദേശത്ത്
ഈസ്റ്റേൺ പ്രൊവിൻസിന് ഒരു വലിയ ഉണർവായി തീരുവാൻ ദൈവാത്മാവിനെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭിന്നതയും, എല്ലാ അസൂയയും, എല്ലാ ദുഷ്ടന്റെ സകല എല്ലാ അന്യായ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അതിന്റെ സകല പ്രവൃത്തികളെയും ഞങ്ങളുടെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. വീഴാതവനെ ഞങ്ങളെ സൂക്ഷിച്ച് മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന്റെ സന്നിധിയിൽ ഞങ്ങളെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈസ്റ്റേൺ പ്രൊവിൻസിൽ നിന്നും റിയാദിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ന് രാത്രികാലം കടന്നു വന്ന ഞങ്ങളുടെ ദേവദാസന്മാരെയും സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പനേരം ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലായിരിക്കട്ടെ. ദൈവാലയ പ്രകാരം ഇന്ന് രാത്രികാലം ഞങ്ങളെ അവിടെ നടത്തണം. കർത്താവ്, ഇതിന് പിന്നിൽ അധ്വാനിക്കുന്നതായ പ്രിയ കർത്തദാസൻ, അവരുടെ പ്രിയപ്പെട്ടവർ, അവരെ ഞങ്ങൾ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അവരെ അവിടെ അനുഗ്രഹിക്കണം, മാനിക്കണം. എളിയവരുടെ പ്രാർത്ഥന യാതിനെ അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. മഹത്വമെല്ലാം അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച മനുഷ്യനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിന്റെ ഉണർവിനായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, ദേശത്തിന്റെ പല ഭാഗത്തുനിന്നായി ഒരുമിച്ച് ഇവിടെ കൂടി വന്ന് അങ്ങേ പാടുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ദേശത്ത് അങ്ങ് കണ്ടല്ലോ, അവിടുത്തെ പ്രവൃത്തി അങ്ങ് അയക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആർപ്പിടുമ്പോൾ ഈ ദേശത്തിന്റെ അന്ധകാര ശക്തികൾ തകർന്നു മാറുവാൻ ദൈവാത്മാവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുഴങ്ങി കേൾക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ചില അന്ധകാരത്തിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, ചില ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ ഒക്കെയും ദൈവാത്മാവ് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കാലുകുത്തുന്ന ദേശം നിങ്ങൾക്ക് അവകാശമായി തരാമെന്ന് പറഞ്ഞ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ ദേശത്തിന്റെ മേൽ വലിയൊരു ഉണർവിന്റെ കാറ്റിനെ അങ്ങ് രാത്രിയിൽ അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭ എപ്രകാരമായിരുന്നു? വചനത്തിലും വിശുദ്ധിയിലും വേർപാടിലും ഉപദേശ സത്യങ്ങൾ ഉറച്ചു നിന്നതുപോലെ അങ്ങനെ ഒരു കൂട്ടം ഈ ദേശത്ത് ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ ദേശത്ത് വെളിപ്പെട്ടു വരുവാൻ ആർക്കും വർണ്ണിച്ചു കൂടുവാൻ കഴിയാത്ത അസാധ്യ മേഖലകളിൽ ദൈവത്തിന്റെ വൻകരങ്ങളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് ഇന്ന് രാത്രിയിൽ സാധ്യമാക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും കുഞ്ഞുകുട്ടി ആഭാരപ്പെട്ട ജനത്തിന്റെ പേരോ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടുത്തെ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്യുന്നതന്റെ ശക്തി ഇതിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്ത വിഷയങ്ങളെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരണമേ. മൂടപ്പെട്ടതിന്റെ മേൽ മറനീക്കി വെളിപ്പെടുത്തുന്ന ദൈവകൃപ ഇതിന്റെ അകത്ത് വ്യാപരിക്കേണ്ടതിനാൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെയായിരിക്കും ഞങ്ങളുടെ ഭൃത്യന്മാർക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷ മേഖലകളെ ഒക്കെ ദൈവം ശക്തീകരിക്കേണ്ടതിനാൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ ഞങ്ങളുടെ മക്കളെ ശക്തീകരിച്ചല്ലോ, അവരെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ തുടർന്നുള്ള ദൈവോചന ചിന്ത, അവയെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകണമേ. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് തന്റെ വൃത്തിനെ ശുശ്രൂഷിക്കാൻ ദൈവം ഇടയാക്കണമേ. അതിന്റെ അകത്തുള്ള ദൈവിക വിടുതലുകൾ ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാപിച്ചെടുക്കുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുത്തുമാറാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയുടെ നായകരെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പിന്നെയും അനേകം ദേവദാസന്മാർ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസൻ ടോണി പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ ദാസൻ സജി ഫിലിപ്പ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഏവർക്കും വന്ദനം ചൊല്ലുന്നു. ജെയിൻ പാസ്റ്റർ, കർത്താവിന്റെ ദാസൻ ജെയിൻ പാസ്റ്റർ ഒക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുമ്പിലേക്ക് കടന്നു വന്നാൽ വളരെ അനുഗ്രഹമായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സമയത്തിന്റെ പരിമിതി മൂലം വേഗത്തിൽ നാം മുന്നോട്ട് പോവുകയാണ്. ആദ്യമായി കർത്താവിന്റെ ദാസൻ ടൈറ്റസ് പാസ്റ്റർ അവർകൾ അല്പം ചില മിനിറ്റുകൾ ആശംസാവാചകങ്ങളായി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈസ്റ്റേൺ റീജിയന്റെ ഓഫീസറായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ രാജീവ് പാസ്റ്ററും അല്പ നിമിഷങ്ങൾ ആശംസാവാചകങ്ങളായി നമ്മെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. കർത്താവിന്റെ ദാസന്മാരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ റിവൈവൽ 24 എന്ന നാമകരണത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഉണർവ് യോഗത്തിനായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം. 1991 ഞങ്ങൾ ദമാമിലേക്ക് കടന്നു വരുന്നത്.
അന്നിവിടെ വളരെ കുറച്ച് സഭകൾ മാത്രമേ ഉള്ളൂ. എറിയാൽ 10 അതിൽ കൂടുതലുള്ള സഭകൾ ഈ ദമാം കോബാർ പട്ടണത്തിൽ ഇല്ലായിരുന്നു. ഇവിടെ ഉള്ളതായിരിക്കുന്ന സംവിധാനത്തിൻ്റെ അതിനകത്ത് നിന്നുകൊണ്ട് പല ക്രമീകരണത്തിൽ കൂടെയും അനേക ദൈവമക്കളെയും ദൈവദാസന്മാരെയും തമ്പുരാൻ ഈ പട്ടണങ്ങളിൽ തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആവേശകരമായിരിക്കുന്ന ഒരു മുന്നേറ്റത്തിന് വേണ്ടി പുറകിൽ അധ്യധ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത ഒരു ജനറേഷൻ ഈ പട്ടണത്തിൽ നിന്ന് വിട്ടുപോയി. അടുത്ത ഒരു ജനറേഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ചില കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ആവശ്യകതകളെ മുൻനിർത്തിക്കൊണ്ട് അത്ര ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് ഇതുപോലെ ഒരു ഫാം മീറ്റിംഗ് ക്രമീകരിക്കുന്നത് ഞങ്ങളാണ്. അതിനു മുമ്പ് എല്ലാവർക്കും ഭയമായിരുന്നു ഫാം മീറ്റിംഗ്. ഒരു യൂത്തിൻ്റെ പ്രോഗ്രാം ഈ അസീസിയയിൽ വെച്ച് നടത്തിയപ്പോൾ ഒത്തിരി പ്രതികരണങ്ങൾ നടന്നു എങ്കിലും നല്ലൊരു ശതമാനം ദൈവദാസന്മാരും ദൈവമക്കളും സഹകരിച്ച് നടത്തിയതായിരിക്കുന്ന ആ യൂത്ത് ക്യാമ്പ്. ഇങ്ങനെ നീണ്ട പട്ടികകൾ കാണുവാൻ തക്കവണ്ണം കർത്താവ് തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിപ്പോൾ 65 വയസ്സ് പ്രായമുണ്ട്. ഏകദേശം 43 വർഷമായി പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഈ പ്രവാസ ജീവിതത്തിൽ വ്യത്യസ്ത പട്ടണങ്ങളിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. എങ്കിലും ഈ ഈസ്റ്റേൺ പ്രോവിൻസിൽ ലഭിച്ചതായിരിക്കുന്ന ആത്മീക സ്വീകാര്യത എടുത്ത് പറയത്തക്കതായ നിലവാരം പുലർത്തുന്ന ഒന്നത്രേ. മറ്റൊരിടത്തും കാണാത്ത ചില പ്രത്യേകതകൾ ഈ പട്ടണങ്ങളിൽ തമ്പുരാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇതിൻ്റെ പുറകിൽ അധ്യധ്വാനം ചെയ്ത കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, പണം ചെലവിട്ടതായിരിക്കുന്ന ദൈവമക്കൾ, അവർക്കെല്ലാം ദൈവം ധാരാളമായ പ്രതിഫലത്തെ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പെന്തക്കോസ്തിലെ ആദ്യത്തെ തലമുറ മുതൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. ആദ്യത്തെ തലമുറയിൽപ്പെട്ട പലരും എന്നോടൊരുമിച്ച് ബഹ്റൈനിൽ ആയിരുന്നപ്പോൾ താമസിച്ചിട്ടുണ്ട്. മാസങ്ങൾ എടുത്തു പറയത്തക്ക ഒരു നീണ്ട നിര തന്നെ ആ അപ്പച്ചന്മാരുടെ ഗണത്തിലുണ്ട്. അവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സങ്കടകരമായിരിക്കുന്ന ഒന്ന്, നമ്മളെല്ലാവരും പലരും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താമെന്നാണ്. തീവ്രമായിരിക്കുന്ന ഒന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പലരും ഇതിനെ തുനിയാതിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ക്രമീകരണം ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രേരണ ലഭിച്ച ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി സംഭവിക്കട്ടെ. ക്ഷണം സ്വീകരിച്ച സമൂഹത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഒരു ആത്മഭാരത്തോടുകൂടെ ദൈവജനമായിരിക്കുമെങ്കിൽ തമ്പുരാൻ നമ്മെ ഇന്ന് രാത്രി നിറയ്ക്കാൻ ശക്തനാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ജനറേഷൻ എഴുന്നേൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഈ മീറ്റിംഗ് സഹായകരമാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. God bless and God bless. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്ന വിശേഷാൽ ഇന്ന് അതിഥിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പിന്നി ജോൺ അവറുകൾ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പ് അവറുകൾ,
റിയാദിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ രഞ്ജിത്ത് ഉയർ അവർ, സീനിയർ പാസ്റ്റേഴ്സ്, പാസ്റ്റർ എബ്രഹാം ഡൈറ്റേഴ്സ്, അതുപോലെ ആയിരിക്കും എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാനും നമുക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാനും സ്വർഗം തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. ഉണർവ് ആരംഭിച്ചത്, നവീകരണം ആരംഭിച്ചത് ഒത്തിരി വലിയ കൂട്ടങ്ങളിൽ നിന്നല്ല, ചെറിയ ചെറിയ കൂട്ടങ്ങളിൽ നിന്നും ഓരോരുത്തരിൽ നിന്നുമാണ് ഉണർവ് ആരംഭിച്ചത്. ഇന്ന് രാത്രികാലം നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉണർവിന് കർത്താവ് കാരണമാക്കട്ടെ. അതിനായി നിയോഗം പ്രാപിച്ച നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ കൊണ്ട് കർത്താവിന് ശക്തമായി നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യിക്കുമാറാകട്ടെ. അതിനായി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മളിൽ തുടങ്ങട്ടെ ഉണർവ്. ഈ ദേശത്തിൻ്റെ ഉണർവ് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകൾക്കും ഇവിടെ ഈ ദേശത്തുള്ള അനേക പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ജീവിതം ഒരു ഉണർവിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ. ഇതിനായി പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ആമേൻ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ആലോചന നമുക്ക് നൽകി തന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സന്തോഷമുള്ള പ്രിയപ്പെട്ടവർക്ക് കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങളായിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടുണ്ട്, നമ്മുടെ നടുവിലുണ്ട്. നമ്മോട് സംസാരിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വേദനയോട് പലവിധമായ വിഷയങ്ങളോട് കടന്നു വന്ന ദൈവജനത്തോട് സംസാരിപ്പാൻ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി കർത്താവിനോട് സംസാരിക്കുന്നു? വളരെ ദൂരെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ റിയാദിൽ നിന്ന് കടന്നു വന്ന ദൈവജനം കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അല്പനിമിഷങ്ങൾ തുടർന്ന് കർത്താവിന്റെ ദാസൻ രഞ്ജിത്ത് അവർ നമ്മോട് സംസാരിക്കും. അതിനുശേഷം നമ്മളൊരു പാട്ടുപാടി സ്തോത്ര കാഴ്ചയെടുക്കും. അവസാനമായി കർത്താവിന്റെ ദാസന് നാം സമയം വേർതിരിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അനുഗ്രഹീത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് നൽകി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റിയാദിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് ഒന്നിച്ച് ഇവിടെ കടന്നു വരുവാണ്ടതിന് കർത്താവ് അവസരത്തെ ഒരുക്കി. ഞങ്ങളെ ക്ഷണിച്ച ഫിലിപ്പാസ് ദൈവസഭ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കതരായ ദൈവദാസന്മാർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ദമ്മാമിൽ ശുശ്രൂഷിച്ചിട്ടുള്ള സഭ സണ്ണിച്ചൻ്റെ ദർശനം. ഇന്ന് രാത്രി ഒന്നിച്ചാരിപടിയായ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പാസോട് ദൈവത്തെ സ്തുതിക്കുന്നു. റിയാദിലെ റിവൈവൽ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഇതിപ്പം 6 മീറ്റിംഗ് കഴിഞ്ഞു. 1ാമത്തെ മീറ്റിങ്ങിലും 6ാമത്തെ മീറ്റിങ്ങിലും ശുശ്രൂഷിച്ചത് ബിന്നിപ്പാസ്റ്ററായിരുന്നു. അത് വളരെ അനുഗ്രഹമായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘനാളത്തെ പരിചയമാണ് കർത്താവിൻ്റെ ദാസനുമായി. സ്തോത്രം. ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുത്ത ലാജി പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി വർഷത്തിന് ശേഷമാണ് കാണുന്നത്. ഒന്നിച്ചായപ്പോഴേ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസന്മാരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. കർത്താവിനെല്ലാവരും സന്നിധാനം ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിയേറ്റീവിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മനിറവിൽ പാടുവാൻ കർത്താവിനെ തന്നെ കൃപയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉണർവിനായി നിങ്ങൾ ഒരുക്കട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉണർവുമായിട്ട് കണക്ട് ചെയ്തവരാണ് ഇന്ന് രാത്രി വന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. സ്തോത്രം. ഇവിടെ ലാറ്റിഭാഷ പറഞ്ഞു ഈ ഉണർവെന്ന് പറഞ്ഞ വലിയ കൂട്ടത്തിൽ നിന്നല്ല തുടങ്ങിയത്. അതൊക്കെ ഓരോ വ്യക്തികളിൽ നിന്നാണ് തുടങ്ങിയത്. അവരുടെ അകത്ത് കത്തിയതാണ് അത് പിന്നെ പടരാനിടയായി തീർന്നത്. സ്തോത്രം. ഈ വേഗത്തിൽ ഞാൻ ചെയ്യാം. കർത്താവിൻ്റെ വെളിപ്പെട്ട ദാസന് ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ പോകുന്നുണ്ടല്ലോ. 1-2 ചിന്തകൾ പറഞ്ഞ് വേഗത്തിൽ കർത്താവിൻ്റെ ദാസ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യെരമ്യാ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം. മതി. ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ലഭിച്ചവനാണ് യെരമ്യാ. ആനന്ദം. ജനിച്ചതിന് ശേഷം ദൈവം നിയോഗം കൊടുക്കുക. അപ്പൊ ഈ നിയോഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഏതാണ്ട് 20-ാമത്തെ വയസ്സിലും കണ്ട അദ്ദേഹത്തിന് നിയോഗം ലഭിക്കുന്നത്.
നിയോഗം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ആരാണ്? ബാലനാണ്. ഞാൻ ബാലനാണ്. അപ്പൊ ഈ ബാലനാന്ന് പറഞ്ഞപ്പോൾ ദൈവം കൊടുത്ത നിയോഗം ഇവനിൽ കൂടെ ചെയ്തെടുക്കേണ്ടതിന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. ദൈവം നമ്മോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോണം, ധൈര്യമായിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. അതിന്റെ മുൻപിൽ തടസ്സങ്ങളില്ല, അതിന്റെ മുമ്പിൽ പ്രശ്നങ്ങളില്ല. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യമാണ് മുമ്പായി പോകുന്നത്. അപ്പോൾ ഈ നിയോഗത്തെ പറ്റി ഇവനെ ഉറപ്പിക്കാനായിട്ട് ദൈവം 2 ദർശനങ്ങൾ കൊടുക്കുക. ആ ദർശനം അതിന്റെ അടുത്ത ഭാഗത്തിൽ ഇരുന്നത് വേഗത്തിലൊന്ന് വായിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. ആ. യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം, ജാഗ്രത, വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നുവെന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളിച്ചെയ്തു. അപ്പോൾ ഇവിടെ ഈ യെരമ്യാവിന് കൊടുത്ത ഈ നിയോഗം ഇവിടെ കൂടെ നിവർത്തിച്ചെടുക്കും എന്നുള്ളതിന് 2 ദർശനങ്ങൾ ദൈവം കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ കണ്ടത്, അവിടെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ദർശനം ഒരു ബദാം വൃക്ഷം, അതിന്റെ കൊമ്പ് കാണുന്നു. പക്ഷെ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, ജാഗ്രത, അല്ലേ? ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ചേർന്ന് വരുന്നത് നമ്മൾ ചിന്തിക്കും. എബ്രായ ഭാഷയിൽ ഷാഖേത്, ഷോക്ക് എന്ന് പറഞ്ഞ 2 സമാനമായിട്ടുള്ള പദങ്ങളാണ് ഈ ബദാം വൃക്ഷത്തിനും ഈ ജാഗരിക്കുക എന്നുള്ളതിനും കൊടുത്തിരിക്കുന്ന മൂലഭാഷ. അപ്പോൾ ഈ ഇസ്രായേലിലൊക്കെ ഈ വിന്റർ സീസൺ കഴിയുമ്പോൾ തുടങ്ങുന്ന സീസൺ ഏതാ? സ്പ്രിംഗ് സീസൺ അല്ലേ? ആണോ അല്ലയോ? യെസ്, സ്പ്രിംഗ് സീസൺ. അപ്പോൾ സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകത എന്താ? പൂക്കളൊക്കെ വിരിയും അല്ലേ? ഇലകൾ വരും, പൂക്കൾ വിരിയും. അപ്പോൾ ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, ആദ്യം പൂവിടുന്നത് ബദാം വൃക്ഷമാണ്. സാധാരണ ഇല വന്നിട്ടില്ല പൂ വരുന്നേ. പക്ഷെ ബദാം വൃക്ഷത്തിന്റെ പ്രത്യേകത, അതിന്റെ ശിഖരത്തിൽ ആദ്യം വരുന്നത് പൂവ. സ്തോത്രം. അപ്പോൾ അതിൽ കൂടെ ഒരു സന്ദേശം ദേശത്തിന് വിളിച്ചു പറയുകയാണ്, സ്പ്രിംഗ് സീസൺ തുടങ്ങാൻ സമയമായി. അപ്പോൾ തന്നെ മറ്റൊരു സന്ദേശം, വിന്റർ സീസൺ കഴിഞ്ഞു. ആ സീസണ് ആമേൻ ആമേൻ സ്തോത്രം എന്നേക്കുമായി ആമേൻ സ്തോത്രം അത് പര്യവസാനിച്ചു. പുതിയൊരു സീസണിലേക്ക് നമ്മൾ കാലുവെക്കാൻ പോവാ. അതിന്റെ അടയാളമാണ് ഈ ബദാം വൃക്ഷത്തിന്റെ പൂവ്. ഈ ബദാം വൃക്ഷത്തിന്റെ പൂവ് കാണുമ്പോൾ ആമേൻ മറ്റ് മരങ്ങൾക്ക് സന്തോഷമാണ്. അവിടെ നിന്നാണ് വസന്തകാലം തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേൻ ഈ രാത്രിയിൽ ദൈവദാസന്മാരുടെ അകത്തു കൊടുത്ത ഈ ഉണർവിന്റെ കാറ്റ് ഈ രാത്രിയിൽ ഈ മീറ്റിംഗ് മുതൽ ഈ ദേശത്ത് ആഞ്ഞടിക്കട്ടെ എന്ന് ഇതൊരു അടയാളമായി ഇവിടെ വെളിപ്പെടട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ പൂവ് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, അടുത്ത സീസണുള്ള സമയമായി. മറ്റു മരങ്ങളെല്ലാം അതിനോട് ചേർന്ന് പൂവിടാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവാത്മ നിയോഗത്താൽ ആരംഭം കുറിച്ച ഈ റിവൈവൽ മീറ്റിംഗ് ആമേൻ ഈ ദേശത്ത് വലിയൊരു ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. ദൈവദാസന്മാരെ അതിനായി എഴുന്നേൽപ്പിക്കട്ടെ, ദൈവജനത്തെ അതിനായി എഴുന്നേൽപ്പിക്കട്ടെ, സ്വയം ഗ്രൂപ്പുകളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ, ആത്മ നിറമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹിമ കൊടുത്താട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ
എൻ്റെ അകത്ത് ഈ തീ കത്തി തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ചർച്ച് ഓഫ് ഗോഡിലാണ് എൻ്റെ അംഗത്വം. പക്ഷെ എനിക്ക് എല്ലാവരും ഒരുപോലെ. ദൈവമക്കൾ. ഞങ്ങളുടെ സഭയ്ക്ക് ഇട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? ദൈവസഭ. ദൈവസഭ. സ്തോത്രം. ഞങ്ങളുടെ സഭ എത്ര ചർച്ച് ഓഫ് ഗോഡുകാരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങളുടെ സഭ എത്ര IPCക്കാരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങളുടെ സഭ എത്ര ശാരോങ്കാരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ എത്ര ദൈവമക്കളുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഈ ദൂതന്റെ എത്ര പേരുണ്ട് ഈ ദേശത്ത്? കത്തയുടെ ഈ ദൈവദാസന്മാരുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ റിവൈവലിന്റെ ആ വലിയ ആ നിയോഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓ, ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം. പുറത്തു വരുന്ന ഈ റിവൈവലിന്റെ അടയാളം ഈ ദേശത്ത് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാകട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ എല്ലാ ഭാഗമായി നിങ്ങൾ എഴുന്നേൽപ്പിക്കട്ടെ. ഞങ്ങളുടെ അകത്ത് കത്തിയ തീയ ഞങ്ങൾ റിയാദിൽ ഇവിടെ വന്നത്. ഞങ്ങളെ വിളിക്കുന്നിടത്തെല്ലാം പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ടീമായിട്ട് വരാൻ തയ്യാറാണ്. ആമേൻ. കാരണം ഞങ്ങളുടെ അകത്ത് റിവൈവൽ കയറി കഴിഞ്ഞു. ഓ, ഈ രാജ്യത്ത് വലിയ ദൈവപ്രവൃത്തി ദൈവം അയക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ക്ഷമിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കും. ഇതിന് വില കൊടുക്കേണ്ടി വരും. ഒറ്റപ്പെടും, ഉന്തിക്കളയും, മാറ്റി നിർത്തും. സ്തോത്രം. യെരമ്യാവിനോട് പറഞ്ഞു നശിപ്പിപ്പാനും പെട്ടെന്ന് വെച്ച എന്റെ ടൈം കഴിഞ്ഞു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? നോക്കുക, നിർമൂലമാക്കുവാൻ, പൊളിപ്പാൻ, നശിപ്പിപ്പാൻ, ഇടിച്ചു കളവാൻ, പണിവാൻ, ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. രണ്ട് തരത്തിലുള്ള എഫക്റ്റ് അതിനകത്ത്. The first one is destructive. The second one is constructive. റിവൈവലിന് എതിരായിട്ടുള്ളതിനെല്ലാം നശിപ്പിക്കാൻ അധികാരം ദൈവത്തിന്റെ നാവിൽ തന്നിരിക്കുകയാണ്. ഓ, ഹല്ലേലൂയ. അതേ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇവിടെ പണിയാൻ, പണിയുവാൻ, നടുവാൻ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. ഈ വചനങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട അവസരത്തിനായി പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചനകൾ തരുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അവിടെ നിന്ന് കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വേറൊരു പാട്ടുപാടും നമുക്ക് എല്ലാവർക്കും സ്തോത്ര പരിപാടികൾ അർപ്പിക്കാനുള്ള അവസരമാണ്. കർത്താവിനായി സഹായിക്കും.
എല്ലാ പ്രിയപ്പെട്ടവരും നിൽക്കുമ്പോൾ തന്നെ എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിനായി കഥാനദാസൻ റെജി ബേബി അവറുകൾ മുന്നോട്ട് കടന്നുകൊണ്ട് പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന ആ സമയം തൊട്ട് ഈ സമയം വരെ നിന്റെ പരിശുദ്ധമാവിന്റെ വലിയ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച ആ സമയം തൊട്ട് തന്നെ നിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ ഇറങ്ങിയതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. തുടർന്ന് കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷപ്പാൻ കർത്താവേ ദാസൻ കടന്നു വന്നിട്ടുണ്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ വചനം അത് ഹല്ലേലൂയ പാറയെ തകർക്കുന്ന ചുറ്റുകയാണല്ലോ. അത് കർത്താവേ വനത്തിന്റെ ദേവദാരന്റെ തോല് ഇരിക്കുന്നതാണല്ലോ കർത്താവേ. കർത്താവേ, അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതായ ദൈവശബ്ദം ഇന്ന് രാത്രികാലം ഈ ദേശത്ത് മുഴങ്ങുമ്പോൾ, ഈ ഹോളിൽ മുഴങ്ങുമ്പോൾ ദൈവിക ശക്തിയായി അത് വെളിപ്പെടുവാൻ പരിശുദ്ധമോ സഹായിക്കുമാറാകണമേ. ഇന്ന് പോൽക്കാലം നിന്റെ ഹല്ലേലൂയ സ്തോത്ര വായിൽ നിന്ന് കർത്താവേ വീഴുന്നതായ ഈ വചനം കർത്താവേ, അത് ഹല്ലേലൂയ രോഗസൗഖ്യമായി വെളിപ്പെടട്ടെ. കർത്താവേ, ശാരീരികമായി മാനസികമായി ഭാരപ്പെട്ട് ഇന്നിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേല് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുമാറാകട്ടെ. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിനെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല എന്ന് നിന്റെ വചനത്തിൽ ഞങ്ങളെ കാണുന്നത് പോലെ കാലം നിന്റെ ദാസനെ ഒരു തീപ്പന്തം പോലെ നീ ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ദൈവിക മർമ്മങ്ങളെ പ്രസ്താവിപ്പാൻ എന്റെ ദാസനെ നീയോടെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവസാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ. കർത്താവെ, തുടർന്ന് ഹല്ലേലൂയ ഞങ്ങള് കർത്താവയുടെ സ്തോത്രവിളി അവിടെ എടുപ്പാന്നുണ്ടായല്ലോ. ഇതിനകത്ത് കരം നീട്ടിയ സകല പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ. അവർക്ക് ഇരട്ടി പ്രതിഫലം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുവാൻ നീയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് സർവശക്തനായ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.